ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഞാൻ സൊല്ലാർപ്പത്. ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന സങ്കീർത്തനം 116, അതിൻ്റെ 8-ാം വാക്യം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, മരണത്തിൻ്റെ അധികാരമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കുന്നു. മരണത്തിൻ്റെ അധികാരം, അതുപോലെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും. കണ്ണുനീരിൻ്റെ അനുഭവം ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്. കണ്ണുനീരിൻ്റെ അനുഭവം, അതിൽ നിന്നും കർത്താവ് എന്നെ വിടുവിക്കുന്നു. അതുപോലെ കാലിനെ വീഴ്ചയിൽ നിന്നും. എൻ്റെ കാലിന് നല്ല വേദനയാണ്, എന്നെങ്കിലും ഞാൻ അതൊന്നും ഓർക്കാതെ എൻ്റെ മിനിസ്ട്രി ആണെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നടത്തുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവ്. ആ കർത്താവിനെ ആരാധിക്കണം. ഞാൻ പലപ്പോഴും പിന്മാറ്റാവസ്ഥയിൽ കടന്നു പോകും. അതായത് വീണ്ടും തിരിച്ചു വന്ന് യേശുവിനോട് നിരപ്പാകുന്നതാണ്. യേശുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവനോട് ഐക്യമായിരിക്കണം. നമ്മൾ കർത്താവിനെ മുട്ടിപ്പായി വിളിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം യേശുവിനെ നമ്മൾ പറയണം. അനേകർ നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കെല്ലാം യേശുവിനെ അറിയിക്കാം. അവരുടെ കരുണയോടെ ഇരിക്കാം. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എൻ്റെ യേശുവെ ഞാൻ വിളിക്കാൻ ആണ് എല്ലാവരോടും പറയുന്നത്. ഞാനും അതുപോലെ ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. ആമീൻ, 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 ആമീൻ.